ഹായ് ഓൾ, വെൽക്കം ടു ഐഡവ്. നമ്മൾ ഇന്ന് CSS ഫ്ലെക്സ് ബോക്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. അതിന് ക്ലാസ് നെയിം കണ്ടെയ്നർ എന്ന് കൊടുത്തു. ദെൻ അതിൻ്റെ അകത്ത് ഒരു 4 ഡിവ് ക്രിയേറ്റ് ചെയ്യാണ് ടോട്ടൽ. ദെൻ ഓരോന്നിൻ്റെയും ക്ലാസ് സെയിം ആണ്. ബോക്സ് എന്ന് പറയുന്ന ക്ലാസ് ആൻഡ് ID എന്ന് പറയുന്നത് box 1 and value 1, box 2 value 2. അപ്പോൾ ഇതുപോലെ തേർഡ് ഡിവും ഫോർത്ത് ഡിവിനും ID കൊടുത്തിട്ടുണ്ട്. ബോക്സ് 3 അതുപോലെ ബോക്സ് 4 ആൻഡ് വാല്യൂസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ സേവ് ചെയ്തു. style.css വന്നിട്ട് ഡോട്ട് ബോക്സ് അതിന് ഞാൻ വിഡ്ത്ത് 50 പിക്സൽ, ഹൈറ്റ് 50 പിക്സൽ ആൻഡ് ബോർഡർ റേഡിയസ് 12 പിക്സൽ. ഓക്കെ, ദെൻ ഓരോ IDക്കും ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നുണ്ട്. കോപ്പി എടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും. ബോക്സ് 2, ബോക്സ് 3 ആൻഡ് ബോക്സ് 4 ഓരോന്നിൻ്റെയും കളറും ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ നമുക്ക് വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഫോൺ സൈസ് കൂടി സെറ്റ് ചെയ്യാം. ദെൻ ആ കണ്ടന്റിനെ സെൻറ്റർ ചെയ്യാം. ഓക്കെ, സോ ഫോൺ സൈസ് 40 പിക്സൽ, ടെക്സ്റ്റ് അലൈൻ, സെൻറ്റർ. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ഇരിക്കുന്നത് ബ്ലോക്ക് എലമെൻ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഡിസ്പ്ലേ എന്തിനാണ് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ എലമെൻസിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു 4 ഡിവുകളെയും എൻക്ലോസ് ചെയ്തിട്ടുള്ള ഒറ്റ ഡിവാണ് ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കണ്ടെയ്നറിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലെക്സ് പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കണ്ടെയ്നർ ഡോട്ട് കണ്ടെയ്നർ വിളിച്ചു. ദെൻ ഡിസ്പ്ലേ ഫ്ലെക്സ്. ബൈ ഡിഫോൾട്ട് ഫ്ലെക്സ് ഡയറക്ഷൻ വരുന്നത് റോ ആണ്. അപ്പോൾ നമ്മൾ ഫ്ലെക്സ് ഡയറക്ഷൻ കോളം കൊടുക്കുന്ന സമയത്ത് നമുക്ക് താഴേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് കണ്ടന്റിനെ ഹൊറിസോണ്ടലി എനിക്ക് അലൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. സെൻറ്റർ ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടന്റ് സെൻറ്ററിലേക്ക് അസൈൻ ആവും. അതുപോലെ ഫ്ലെക്സ് സ്റ്റാർട്ടും ഫ്ലെക്സ് എൻഡും വരുന്നുണ്ട്. ഫ്ലെക്സ് എൻഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡും ആൻഡ് ഫ്ലെക്സ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡും ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ വരുന്ന ഒരു 3 പ്രോപ്പർട്ടീസ് കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് അറൗണ്ട്. ഓക്കെ, സ്പേസ് അറൗണ്ട് എന്ന് പറയുന്നത് ഇതുപോലെയാണ് സ്പേസ് അറൗണ്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ദെൻ സ്പേസ് ബിറ്റ്വീൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഓക്കെ, അതായത് ഈ ഒരു മാർജിൻ കറക്റ്റ്ലി അവർക്കുള്ള സ്പേസ് അവർ ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ടാവും. ആൻഡ് ഈ ഒരു മാർജിൻ്റെ അവിടെ നിന്നുള്ള സ്പേസിങ്ങും കറക്റ്റ് ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് വരുന്നത് ഇവൻലി ആണ്. ഇവൻലി എന്ന് പറയുന്നത് എല്ലാ എലമെൻറ്റിൻ്റെയും ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക ഇതുപോലെ. ഓക്കെ, അതാണ് സ്പേസ് ഇവൻലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹൊറിസോണ്ടലി നമ്മളുടെ കണ്ടന്റിനെ സെൻറ്റർ ചെയ്യണം അല്ലെങ്കിൽ സ്റ്റാർട്ടിലേക്ക് കൊണ്ടുവരണം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുക. അതുപോലെ വെർട്ടിക്കലി നമുക്ക് അലൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അലൈൻ ഐറ്റംസ് സെൻറ്റർ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സെൻറ്റർ ആവും. പക്ഷെ ഇവിടെ നമുക്കിപ്പോൾ സെൻറ്റർ ആവില്ല. കാരണം നമ്മൾ ഹൈറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു
കണ്ടെയ്നർ ക്ലാസ്സിന് ഹൈറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 90 VH എന്ന് കൊടുത്തു. ഓക്കെ, വ്യൂ പോർട്ട് ഹൈറ്റ് ആണ്. അപ്പോൾ സെന്ററിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അലൈൻ ഐറ്റം സെന്റർ, അലൈൻ ഐറ്റംസ് ഫ്ലെക്സ് എൻഡ് ഉണ്ട്, ഫ്ലെക്സ് സ്റ്റാർട്ട് ഉണ്ട്. പിന്നെ വരുന്നത് അലൈൻ ഐറ്റംസ് ബേസ് ലൈൻ ആണ്. ഈ ബേസ് ലൈൻ കൊടുക്കുന്നത് നമ്മൾ ഫോണ്ടിനനുസരിച്ച് അവരെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസ് ലൈൻ കൊടുക്കുന്നത്. അതായത് നമ്മളിവിടെ ബോക്സ് 1ന്റെ ഫോൺ സൈസ് ഞാൻ ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ 20 പിക്സലാക്കി സെറ്റ് ചെയ്തു, ചെറുതാക്കി സെറ്റ് ചെയ്തു. അപ്പോൾ കണ്ടോ, പക്ഷെ ഇവർ അലൈൻ ഐറ്റംസ് ബേസ് ലൈൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഈ 1ഉം ഈ 2ഉം ഈ 3ഉം ഈ 4ഉം തമ്മിലുള്ള ആ ഒരു ഫോണ്ടിന്റെ മിഡിലിൽ നിന്നാണ്, അത് തുടങ്ങുന്നതിന്റെ മിഡിലിൽ നിന്നാണ് അവർ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അലൈൻ ഐറ്റംസ് ബേസ് ലൈൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലെക്സ് ഡയറക്ഷൻ ഞാൻ പറഞ്ഞു. ഫ്ലെക്സ് ഡയറക്ഷനിൽ റോയും കോളവും വരും. ബൈ ഡിഫോൾട്ട് ഇറ്റ്സ് റോ. ദെൻ കോളം ആക്കണം എന്നുണ്ടെങ്കിൽ ഫ്ലെക്സ് ഡയറക്ഷൻ കോളം കൊടുക്കുക. ഹൊറിസോണ്ടലി ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റിഫൈ കണ്ടന്റും, വെർട്ടിക്കലി ചെയ്യാൻ വേണ്ടിയിട്ട് അലൈൻ ഐറ്റംസും യൂസ് ചെയ്യുക. അലൈൻ ഐറ്റംസ് ബേസ് ലൈൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ സൈസ്, ഒരെണ്ണത്തിന്റെ ഫോൺ സൈസ് കുറവാണ് എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ ഒരു ബാക്കിയുള്ള റിമൈനിങ് ഫോണ്ട്, അതായത് റിമൈനിങ് ടെക്സ്റ്റിന്റെ സെന്ററിൽ നിന്നുമായിരിക്കും അവര് അലൈൻ ആകുന്നുണ്ടാവുക. ഓക്കെ, ഫ്ലെക്സ് ഡിറക്ഷനിൽ നമുക്ക് വേറൊരു പ്രോപ്പർട്ടി വരുന്നുണ്ട്. ഫ്ലെക്സ് ഡിറക്ഷൻ കോളം അറിയാം, റോ അറിയാം. റോ റിവേഴ്സും ഉണ്ട്, കോളം റിവേഴ്സും ഉണ്ട്. 1 2 3 4 എന്നായിരുന്നു നേരത്തെ കിടന്നിരുന്നത്. റോ റിവേഴ്സ് കൊടുക്കുന്ന സമയത്ത് 4 3 2 1 ഇതുപോലെ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഫോൺ സൈസ് ഇവിടെ നിന്ന് എടുത്ത് കളയുവാണ്. ഓക്കെ, ദെൻ കോളം റിവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ താഴേക്കായിരിക്കും ഉണ്ടാവുക, താഴെയിൽ നിന്ന് മുകളിലേക്കായിരിക്കും. അപ്പോൾ 4 ടോപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യും, 4 3 2 1 എന്ന് പറഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലെക്സ് ഡിറക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നതാണ് ഫ്ലെക്സ് റാപ്പ് എന്ന് പറയുന്നത്. ഫ്ലെക്സ് റാപ്പ്. അപ്പോൾ ഫ്ലെക്സ് റാപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ഡിപ്പ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരിതുപോലെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് റിവേഴ്സ്, കോളം റിവേഴ്സ് എടുത്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ രീതിക്കാണ് വന്നിട്ടുള്ളത്. ദെൻ ഞാനിവിടെ ഫ്ലെക്സ് റാപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബൈ ഡിഫോൾട്ട് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നോ റാപ്പ് ആയിരിക്കും. ദെൻ റാപ്പ് എന്ന് കൊടുക്കുന്ന സമയത്ത് എന്താ ചേഞ്ച് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീൻ ചെറുതാവുന്നതിനനുസരിച്ചിട്ട് ആ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് താഴേക്ക് വരും. ഓക്കെ, അപ്പോൾ ഫ്ലെക്സ് റാപ്പ് കൊടുത്ത സമയത്ത് എന്താണ്, ആ ഒരു സ്പേസിലേക്ക് അവർ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ആ ഒരു സ്പേസിലേക്ക് അവർ അഡ്ജസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ ഫ്ലെക്സ് റാപ്പിന്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് അലൈൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അതിനും നമ്മൾ സെന്റർ യൂസ് ചെയ്യാം. ഓക്കെ, അത് റാപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒപ്പം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ, അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സെന്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്ലെക്സ് എൻഡ് വരുന്നുണ്ട്. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, വേർട്ടിക്കലി ആണ് ഇവർ ചെയ്യുന്നത്. അലൈൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് വേർട്ടിക്കലി ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ എൻഡിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ സെന്റർ ചെയ്യാം, ആൻഡ് ഫ്ലെക്സ് സ്റ്റാർട്ട് ചെയ്യാം, അപ്പോൾ ടോപ്പിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്ലെക്സ് റാപ്പും അതുപോലെ തന്നെ അലൈൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇനി കുറച്ചുകൂടി കണ്ടന്റ് കൊടുത്ത് കാണിക്കാം ഇവിടെ. ഓക്കെ, കണ്ടോ, കണ്ടന്റ് കൂടുന്നതിനനുസരിച്ചിട്ട് അവർ ആ സ്പേസിലേക്ക് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. കണ്ടോ, ദെൻ അവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അവർ താഴേക്ക് കറക്റ്റ് സ്പേസിങ്ങിലായിട്ട് ഇറങ്ങിയിട്ടുമുണ്ട്. പിന്നെ നമുക്ക് വരുന്നതാണ്, ഞാൻ ഇവരെ കളഞ്ഞു. നമുക്ക് വരുന്നത് അലൈൻ സെൽഫ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ഓരോ ബോക്സിനെയും എനിക്ക് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അലൈൻ സെൽഫ്. എനിക്ക് ഇതിപ്പോൾ സെക്കൻഡ് ബോക്സ് ആണ്. അപ്പോൾ ആ സെക്കൻഡ് ബോക്സിനെ മാത്രം എനിക്ക് സെന്ററിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കണ്ടു ഈ രീതിക്ക് എനിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ആൻഡ് പിന്നെ ഓർഡർ എന്ന് പറയുന്നത് വരുന്നുണ്ട്. അതായത് ഇത് ഞാൻ അവിടെ തന്നെ
പ്ലേസ് ചെയ്തു. ആൻഡ് ഓർഡർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുത്തു. ഓർഡർ ബോക്സ് 1ന്റെ ഓർഡർ 1 എന്ന് കൊടുത്തു. അപ്പോൾ എന്താണ് 1 ഏറ്റവും ബാക്കിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ് ഇതിന് -1 ആണ് കൊടുക്കുന്നതെങ്കിലോ കറക്റ്റ് പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓർഡറിന്റെ വാല്യൂസ് വരുന്നത് 1ഉം -1ഉം ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടൻസിനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് കോളം ഗ്യാപ്പും റോ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇത് വീണ്ടും കൊടുത്തു. ഫ്ലെക്സ് റാപ്പ് എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ കോളം ഗ്യാപ്പ് സെറ്റ് ചെയ്യാം. കോളം ഗ്യാപ്പ് 30 പിക്സൽ. കണ്ടോ, കോളംസ് തമ്മിലുള്ള ഗ്യാപ്പ് 30 പിക്സൽ ആയിട്ടുണ്ട്. ആൻഡ് റോ ഗ്യാപ്പ് ഇപ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അത് ഫ്ലെക്സ് റാപ്പ് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്, അത് ഞാൻ കളഞ്ഞു. ഇപ്പോൾ അവർ തമ്മിലുള്ള അകലം 30 പിക്സൽ ആണ്. ആൻഡ് റോ ഗ്യാപ്പ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്യുമ്പോൾ റോസ് തമ്മിലുള്ള ഗ്യാപ്പും വരുന്നുണ്ടാവും. ഇവിടെ അടുത്ത റോയിലേക്ക് വരാത്തതുകൊണ്ടാണ് അത് കാണാത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ CSS ഫ്ലെക്സ് ബോക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.